പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങളോടൊപ്പം അമ്മേൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ദൈവം എന്നെ ഇടയാക്കിയതിനായിട്ട് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അമ്മേൻ ഒരാഴ്ചവട്ട കാലം അമ്മേൻ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും ആമേൻ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ, ആമേൻ 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 ഹല്ലേലൂയ. 7ാമത്തെ ദിവസം ആമേൻ ഒരു പ്രാധാന്യമുള്ള ദിവസമല്ലേ. ആമേൻ പലയിടത്തും ആമേൻ ഹല്ലേലൂയ 7ാമത്തെ ദിവസം അത്ഭുതങ്ങൾ ആമേൻ നടന്നിട്ടുള്ളത്. ആമേൻ ഹല്ലേലൂയ, ആമേൻ 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 ഹല്ലേലൂയ. നമ്മൾ സാറഫാത്തിലെ വിധവയെ ഒന്ന് നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവരിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട് നമുക്ക്. ആമേൻ ഹല്ലേലൂയ അവരുടെ ആമേൻ ഹല്ലേലൂയ അത്ഭുതം തുടങ്ങിയത് ആമേൻ ആ പാത്രം നിറഞ്ഞു കവിഞ്ഞപ്പോഴല്ല. ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ തൻ്റെ അവസാനത്തെ ഭക്ഷണം അവൾ ആമേൻ എടുത്ത് ആമേൻ ഹല്ലേലൂയ അത് നൽകിയപ്പോഴാണ്. ആമേൻ ഹല്ലേലൂയ നമ്മൾ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ ഹല്ലേലൂയ ആമേൻ 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 ആമേൻ. നമുക്ക് എല്ലാവർക്കും ആമേൻ അത്ഭുതങ്ങൾ ആഘോഷിക്കുന്ന ഇഷ്ടമല്ലേ? ആമേൻ ഹല്ലേലൂയ. പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, ആമേൻ ഹല്ലേലൂയ നമ്മുടെ ആമേൻ നമ്മൾ കാണുമ്പോൾ അവിടെ എന്തും കാണുന്നേ? ആമേൻ ഹല്ലേലൂയ ആ നിറഞ്ഞ് കവിയുന്ന എണ്ണ, ആമേൻ വർദ്ധിക്കുന്ന അപ്പം, ആമേൻ ആമേൻ ഉത്തരം കിട്ടിയ പ്രാർത്ഥന, ആമേൻ ഹല്ലേലൂയ വലിയൊരു ആമേൻ ഹല്ലേലൂയ വഴിത്തിരിവല്ലേ ആമേൻ സാറഫാത്തിലെ വിധവയുടെ ആമേൻ ജീവിതത്തിൽ നടക്കുന്നത്. ആമേൻ പക്ഷെങ്കിൽ ആ അത്ഭുതമെല്ലാം നടക്കുന്നതിന് മുമ്പേ ആമേൻ എന്തായിരുന്നു സംഭവിച്ചത്? ആമേൻ നമ്മളത് പലപ്പോഴും മറന്നു പോകാറുണ്ട്. ആമേൻ ഹല്ലേലൂയ ആമേൻ അവൾ ആ വിധവയുടെ കയ്യിലുള്ള അവസാനത്തെ ആ ഒരു പിടി മാവിലേക്ക് നോക്കിക്കുക നമ്മൾ. ആമേൻ അവസാനത്തെ ഒരു നേരത്തെ ഭക്ഷണമാണ് അവര് ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവനൊടുക്കാനുള്ള ആമേൻ അതിനു മുമ്പേ ഒരേ ഒരു അവസാനത്തെ അവസരമായിരുന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ അതില് ആമേൻ ആ സമയത്ത് എന്തുവാ ചെയ്യുന്നത്? അവള് അത് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ആമേൻ നമ്മളത് പലപ്പോഴും ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ നോക്കുമോ? ആമേൻ ദൈവം നിങ്ങൾക്ക് ആമേൻ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ല. ആമേൻ നിങ്ങൾ കൈവിടാൻ ആമേൻ ഹല്ലേലൂയ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ചോദിക്കുന്നതിലല്ല കേട്ടോ. ആമേൻ ഹല്ലേലൂയ ആമേൻ നിങ്ങൾ വിശ്വസിക്കുക, ഒന്ന് ദൈവത്തിനെ ഒന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അവസാനത്തെ ഒരു ആ നിമിഷത്തിലായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ആമേൻ ഹല്ലേലൂയ ശക്തിയോടെ അവസാനത്തെ ആമേൻ ഒരു അംശം ആ സമയത്ത് ആമേൻ ആയിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആമേൻ മാസങ്ങളോളം ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം നൽകി കിട്ടിക്കാണത്തില്ലായിരിക്കും. ആമേൻ വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ ആമേൻ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ആമേൻ ഹല്ലേലൂയ നിറയ്ക്കുന്നത് നിങ്ങൾ ആമേൻ കാത്തിരിക്കുന്ന ആ സമയത്തായിരിക്കത്തില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ആമേൻ 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 ആവശ്യമുള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് തരുന്നല്ലേ. ആമേൻ ദൈവം ആമേൻ ദൈവത്തെ ഒന്ന് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എവിടെ നിങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ ഒക്കും. ദൈവം അവിടെ ആമേൻ പ്രവർത്തിച്ചിരിക്കും. ആമേൻ ഹല്ലേലൂയ. കാരണം പല അത്ഭുതങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് സമൃദ്ധിയിലല്ല കേട്ടോ. ആമേൻ സമൃദ്ധിയിൽ നിന്നല്ല. ആമേൻ ആമേൻ പല അത്ഭുതങ്ങൾ തുടങ്ങുന്നത് സമൃദ്ധിയിലല്ല, അത് പൂർണ്ണ സമർപ്പണത്തിലാണ്. ആമേൻ എത്ര പേര് വിശ്വസിക്കാനാ ആമേൻ റെഡിയാ? ആമേൻ ഹല്ലേലൂയ ദൈവമേ ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുക. ആമേൻ 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 ഒന്ന് ആമേൻ രാജാക്കന്മാർ 17ാമത്തെ ആമേൻ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ നമ്മൾ കാണുന്നത് എന്തുവാണെന്നറിയാമോ? ആമേൻ അതിൻ്റെ ആമേൻ 12ാമത്തെ 11ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്. അവൾ 21ാമത്തെ വാക്യം വായിക്കുന്നത് അതിന്റെ 16ാമത്തെ വാക്യം. ആമേൻ യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം
കലത്തിലെ മാവം തീർന്നു പോയില്ല. ആമേൻ. ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ആമേൻ. ആമേൻ. നമ്മുടെ സമർപ്പണത്തിലാ ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ. പലപ്പോഴും നമ്മൾ സമർപ്പിക്കാൻ തയ്യാറല്ല. ആമേൻ. നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമാകും. ദൈവമേ, ആമേൻ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുക കർത്താവേ. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ ഭാരങ്ങൾ കാണും, പ്രയാസങ്ങൾ കാണും. ആമേൻ. പല ആവശ്യങ്ങളുടെ മുഖത്ത് നിങ്ങൾ ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെങ്കിൽ ആമേൻ ഒന്നോർത്തോ, ആമേൻ, നിങ്ങളുടെ സമർപ്പണത്തിന്മേല ആമേൻ അത്ഭുതങ്ങൾ നടക്കുന്നത്. ആമേൻ. നിങ്ങളുടെ സമൃദ്ധിയിലല്ല, ആമേൻ, നിങ്ങളുടെ പൂർണ്ണ സമർപ്പണത്തിലാ ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ. അല്പസമയം നമ്മളെല്ലാവരും ആരാധനയിൽ പ്രവേശിക്കാൻ പോവാ. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. സമർപ്പണബോധത്തോടെ നമുക്ക് ഓരോരുത്തർക്കുമായി തീരാം. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. നിന്നകൃത്യം പരനോക്കയും പോക്കി, നിന്നകൃത്യം പരനോക്കയും പോക്കി, തിണ്ണമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, തിണ്ണമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. നന്മയാൽ വാഴ്ത്തവൻ തൃപ്തിയെ തന്നു, നന്മയാൽ വാഴ്ത്തവൻ തൃപ്തിയെ തന്നു, നവ്യമാക്കുന്നു നിൻ യൗവനമെന്നും, നവ്യമാക്കുന്നു നിൻ യൗവനമെന്നും, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. മക്കളിൽ കാരുണ്യം താരനെന്നോണം, മക്കളിൽ കാരുണ്യം താരനെന്നോണം, ഭക്തരിൽ വാത്സല്യം വാഴുമെൻ യോനം,
സങ്കീർത്തനം 103 പകർപ്പായി പാടിയത് മൊത്തം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങളിലെ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ എന്തുവേലും ഉപകാരങ്ങൾ നൽകി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിനെ മറന്നു പോകുന്ന ആമേൻ അവസ്ഥയാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ, ഈ ഉപവാസ പ്രാർത്ഥന 7ാമത്തെ ദിവസം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി തീരട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നമ്മൾ ഹല്ലേലൂയ വന്നതുപോലെയല്ല മടങ്ങിപ്പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഒരു ഇരട്ടി ബലത്തോടെ പറഞ്ഞു ആമേൻ മടങ്ങിപ്പോകാൻ എത്ര പേര് തയ്യാറാണ്? ആമേൻ, ഹല്ലേലൂയ. ആമേൻ, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരു ആത്മപ്രവാഹത്തിൽ കൂടെ പോകുവാൻ ആമേൻ എത്ര പേര് തയ്യാറാണ്? ആമേൻ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ആമേൻ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പെന്തക്കോസ്ത് നാളിൽ ആമേൻ അപ്പോസ്തല പ്രവൃത്തി 2ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ആമേൻ പെന്തക്കോസ്ത് നാളിൽ ആമേൻ, ഹല്ലേലൂയ. ആമേൻ, അവിടുത്തെ ജനങ്ങൾ എല്ലാവരും 1 അല്ല 2 അല്ല, അവിടെ കൂടി വന്ന എല്ലാവരും ആമേൻ അവര് ആമേൻ പെന്തക്കോസ്ത് നാളിൽ ആമേൻ അഭിഷേകം പ്രാപിച്ചു. ആമേൻ പല ഭാഷകളിൽ അവർ സംസാരിച്ചു. ആമേൻ, അങ്ങനെയാണെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, മുട്ടോളമല്ല, അരയോളമല്ല, ആമേൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു ആത്മപ്രവാഹത്തിൽ കൂടെ ആമേൻ നമ്മൾ ഓരോരുത്തരും ആമേൻ ആമേൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തരാ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, കൈയടിച്ച് ചേർന്ന് പാടി ആരംഭിക്കാം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവെ പിന്മഴ നൽകാം. മുൻമഴ നൽകണം, മാലിന്യം മാറണം, നിഞ്ചനം ഉണർന്നു ആമേൻ വേല ചെയ്യുവാൻ. അതിൻ്റെ ആമേൻ, ഹല്ലേലൂയ. താഴോട്ടുള്ള വരികൾ ഇങ്ങനെ ആമേൻ പോകുന്നേ. ആമേൻ, സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണി. കൈയടിച്ച് ചേർത്ത് പാടി ആരാധിക്കാം. മുട്ടോളമല്ല, അരയോളം
ഭയത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ഭയത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മഴ പെയ്യിച്ചാൽ പരമപിതാവേ മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മഴ പെയ്യിച്ചാൽ പരമപിതാവേ മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്തു നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാം. മുട്ടോളമല്ല
താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി കർത്താവേ. ആമേൻ, 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 ആമേൻ. ഇത് പോരായി, ഇത് പോരായി, ഇത് പോരായി, ഇത് പോരായി, നിൻ സാമീപ്യം പോരായി, നിൻ സാന്നിധ്യം പോരായി, ഇത് പോരായി, ഇത് പോരായി, ഇത് പോരായി, ഇത് പോരായി, നിൻ സാന്നിധ്യം പോരായി, നിൻ സാമീപ്യം പോരായി, നിൻ സാന്നിധ്യം പോരായി, നിൻ സാന്നിധ്യം പോരായി. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ ഈ സാന്നിധ്യം. ഓ, ഇത് പോരായി, ഇത് പോരായി, ഇത് പോരായി, ഇത് പോരായി, നിൻ സാന്നിധ്യം പോരായി, നിൻ സാന്നിധ്യം പോരായി, നിൻ സാമീപ്യം പോരായി, നിൻ സാന്നിധ്യം പോരായി, നിൻ സാന്നിധ്യം പോരായി, നിൻ സാമീപ്യം പോരായി. ആമേൻ. തിന്മേ ഞങ്ങളെ തന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അടവില്ലാതെ ഞങ്ങളെ സ്നേഹിച്ച കർത്താവാ നീ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ആമേൻ, ഇതിനെക്കാട്ടും വലിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞങ്ങളെ തന്നെ ദൈവമേ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ആമേൻ, മുമ്പോട്ടുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ദൈവവചനത്തെ ദൈവദാസൻ സംസാരിക്കുമ്പോൾ കൂടി വന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും